നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പിലിട്ടത് വിൽക്കുന്ന സ്റ്റാളുകളിൽ തിരൂരിൽ മിന്നൽ പരിശോധന. KPSTA പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി റമദാൻ കിറ്റ് വിതരണം ചെയ്തു. പുത്തനത്താണിയിൽ തിരുനാവായ റോഡിൽ പെട്ടിക്കടയ്ക്ക് തീപിടിച്ചു. സ്കൂട്ടർ സർവീസ് ചെയ്ത് നൽകുന്നതിന് അധിക തുക ആവശ്യപ്പെട്ട സ്ഥാപനത്തിന് പിഴ ചുമത്തി ഉപഭോക്തൃ കോടതി. കാനൂർ കണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൊണ്ടാടും. വിശദമായ വാർത്തകളിലേക്ക്. തിരൂരിലും പരിസരങ്ങളിലുമായി ഉപ്പിലിട്ട ഭക്ഷ്യവസ്തുക്കൾ വിപണനം നടത്തുന്ന സ്റ്റാളുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രാത്രികാല മിന്നൽ പരിശോധന നടത്തി. പിടിച്ചെടുത്ത ഉപ്പിലിട്ട ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ കോഴിക്കോട് റീജിയണലിസ്റ്റ് ലാബിലേക്ക് അയച്ചതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ വെട്ടന്യൂസിനോട് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയിലാണ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയയുടെ നേതൃത്വത്തിൽ രാത്രികാല മിന്നൽ പരിശോധന വിവിധ സ്റ്റാളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. തിരൂർ ടൗൺ, BP അങ്ങാടി, വെട്ടം, പറവണ്ണ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. 10ഓളം സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ വൃത്തിയുള്ള ചുറ്റുപാടിൽ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കണമെന്നുള്ള ബോധവൽക്കരണവും നടത്തി. ഉപ്പിലിട്ട ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ കോഴിക്കോട് റീജിയണലിസ്റ്റ് ലാബിലേക്ക് അയച്ചതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ NM ഷംസിയ വെട്ടന്യൂസിനോട് പറഞ്ഞു. പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് തുടർ നടപടികളുണ്ടാവും. തണ്ണിമത്തൻ, മാങ്ങ, ഓറഞ്ച്, വിവിധ ഇനം പഴയിനങ്ങൾ എന്നിവയുടെ സാമ്പിളും തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. വരും നാളുകളിലും രാത്രികാല പരിശോധന തുടരും. വെട്ടന്യൂസ് തിരൂർ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കുടിശ്ശിക അനുവദിക്കാതെ DA ഉത്തരവിറക്കിയ കേരള സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തിരൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 2021 ജനുവരി മുതലുള്ള ക്ഷാമബത്ത ആണ് ലഭിക്കാനുള്ളത്. അതിന്റെ അനവധി സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് KPSTA. സർക്കാർ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ 2% DA പ്രഖ്യാപിക്കുകയും അത് 21% കുടിശ്ശിക എന്ന് നമ്മൾ ഓർക്കണം. അതിൽ വെറും 2% മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചപ്പോ 2021 ജനുവരി മുതലുള്ള കുടിശ്ശികയും ലഭിക്കുമെന്നാണ് ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർ ആശ്വാസം കൊണ്ടിരുന്നത്. പക്ഷെ ഉത്തരവ് വന്നപ്പോ ഇന്നു മുതലുള്ള DA ആണോ, അതിന്റെ കുടിശ്ശിക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യവും അതിൽ ചേർക്കാതെ 2% DA കുടിശ്ശിക ഏപ്രിൽ മാസത്തെ ശമ്പളം മുതൽ ജീവനക്കാർക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. KPSTA ഇന്ന് കേരളത്തിലെ എല്ലാ ഉപജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം, പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയാണ്. ഇതിനാധാരമായ വിഷയങ്ങളാണ് ഇവിടെ മുദ്രാവാക്യങ്ങളായി പറഞ്ഞത്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം വൈകിയ ശമ്പളത്തിൽ ജീവനക്കാരുടെ ശമ്പളം പോലും അനിശ്ചിതത്തിലായ ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ ഇടത് ഭരണം. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഓരോ ജീവനക്കാരനും വ്യത്യസ്ത ദിവസങ്ങളിൽ
കിട്ടിയിട്ടുള്ളൂ. പ്രതിഷേധ സമരം KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം P. അബ്ദുൽ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് NK വിനോദൻ അധ്യക്ഷനായി. K. ഷാജി, VP രാജീവ്, K. പ്രദീപ് കുമാർ, P. സുരേന്ദ്രൻ, അബ്രഹാം റോബിൻ, CB തോമസ്, ജോസ് മാത്യു, KP നസീബ്, ഷെബീർ നെല്ലിയാലി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തിരൂർ. തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള റമദാൻ കിറ്റ് വിതരണോദ്ഘാടനം ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കബീർ മംഗലം നിർവഹിച്ചു. തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് VK റഷീദ് അധ്യക്ഷത വഹിച്ചു. പരിമിതമാണ്, നമ്മളൊക്കെ ഇഫ്താറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദയ എന്ന വാക്ക് നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. ഹൃദയമുള്ളവനൊക്കെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് ദയ എന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, മറ്റു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ റംസാൻ ആശംസകൾ നേരുകയാണ്. റംസാനിൽ ആദ്യമായിട്ടാണ് നമ്മളെല്ലാം കണ്ടുമുട്ടുന്നത്. ചാരിറ്റി രംഗത്ത് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് തീരെ താല്പര്യമില്ലാത്ത ഒരു ചടങ്ങാണിത്. കാരണം ഞാൻ എൻ്റെ ഒരു ചാരിറ്റി രംഗത്ത് മുൻപന്തിയിലോ മുൻനിരയിലോ വരാത്തൊരു കക്ഷിയാണ്. കാരണം നമ്മുടെ മതം പഠിപ്പിക്കുന്നത് വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയരുതെന്നാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് അങ്ങനെയുള്ള ഒരു ധർമ്മം പുലർത്തിപ്പോരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവർ നിർബന്ധിച്ചതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ഒരു ചടങ്ങിന് പങ്കെടുത്തത്. ഏകദേശം കഴിഞ്ഞ 25 വർഷമായിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ് ഇത്. പ്രസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 8-9 വർഷമായിട്ട് നമ്മുടെ മംഗലം, തുപ്രങ്കോട്, പുറത്തൂർ, മംഗലം പഞ്ചായത്തുകളിൽ അർഹതപ്പെട്ട പലർക്കും എല്ലാ വർഷവും റംസാനിലും അതേപോലെ തന്നെ ഓണത്തിനും എന്നാൽ കഴിയുന്നത്. കാരണം അല്ലാതെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടത് കൊടുക്കാനും ഏതൊരു വ്യക്തിക്കും പ്രായോഗികമാണ്. മംഗലം ദയ ചാരിറ്റബിൾ ട്രസ്റ്റാണ് എല്ലാ വർഷവും തിരൂരിലെ മാധ്യമ പ്രവർത്തകർക്കായി സ്നേഹസമ്മാനം നൽകാറുള്ളത്. തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള റമദാൻ കിറ്റ് വിതരണോദ്ഘാടനം ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കബീർ മംഗലം നിർവഹിച്ചു. ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് VK റഷീദ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി AP ഷെഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി വിനോദ് തലപ്പള്ളി, വൈസ് പ്രസിഡന്റ് റഷീദ് തലക്കെടുത്തൂർ, കായക്കൽ അലി, KPO റഹ്മത്തുള്ള, ബഷീർ പുത്തൻവീട്ടിൽ, CMC ഖാദർ, പ്രമോദ് മാക്കോത്ത്, അഫ്സൽ K പുരം, സഫീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് ട്രഷറർ ജൈസൽ വെട്ടം നന്ദി പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. പുത്തനത്താണിയിൽ തിരുനാവായ റോഡിൽ പെട്ടിക്കടയ്ക്ക് തീപിടിച്ചു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് പുത്തനത്താണി തിരുനാവായ റോഡിൽ പെട്ടിക്കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ഹലോ, പുത്തനത്താണി കടകത്ത് ഹലോ, തീ അങ്ങാടി ആകെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് സിൽക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. തീ സമീപത്തെ കടകളിലേക്ക് തീ പടർന്നതോടെ നാട്ടുകാർ തൊട്ടടുത്ത പള്ളിയിൽ നിന്നും വെള്ളമെത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. തുടർന്ന് തിരൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി തീ പൂർണ്ണമായും അണച്ചു. വെട്ട ന്യൂസ് പുത്തനത്താണി. സ്കൂട്ടർ സർവീസ് ചെയ്ത് നൽകുന്നതിന് അധിക തുക ആവശ്യപ്പെട്ട സ്ഥാപനത്തിന് പിഴ ചുമത്തി ഉപഭോക്തൃ കോടതി. ഇൻഷുറൻസ് തുകയേക്കാൾ കൂടുതൽ തുക ആവശ്യപ്പെട്ട് വാഹനം പിടിച്ചുവെച്ച സ്ഥാപനത്തിനെതിരെ തിരൂർ കോരങ്ങത്ത് സ്വദേശി നൽകിയ പരാതിയിലാണ് ഉപഭോക്തൃ കോടതിയുടെ ഇടപെടൽ. 2022 നവംബർ 9 സ്കൂട്ടർ വാങ്ങിയത്. ഫെബ്രുവരി 5 സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് സ്കൂട്ടർ സ്ഥാപനത്തിൽ സർവീസിന് നൽകുകയായിരുന്നു. സർവീസിന് ശേഷം സ്കൂട്ടർ വാങ്ങാനെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് തുകയേക്കാൾ കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂട്ടർ പിടിച്ചുവെക്കുകയായിരുന്നു എന്ന് പരാതിക്കാരി പറയുന്നു. എൻ്റെ പേര് ദീപ, ഞാൻ കോരങ്ങത്ത് സ്വദേശിയാണ്. ഞങ്ങൾ ഏതറിൻ്റെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2023 നവംബർ 9 വണ്ടി എടുത്തത്.
അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഫെബ്രുവരി 5-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി സർവീസിന് കൊടുത്തപ്പോൾ അതിൽ പിന്നെ ഇൻഷുറൻസുകാർ പറഞ്ഞ തുകേനേക്കാളും കൂടുതലായിട്ട് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം അവരെ സമീപിച്ചെങ്കിലും അവർ വണ്ടി തിരിച്ചു തന്നില്ല. കൂടുതൽ എമൗണ്ട് അടച്ചാൽ മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അന്ന് എത്ര 3000 സംതിങ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വണ്ടി എടുത്തിട്ടാണെങ്കിൽ അധികം ആയിട്ടുമില്ല. ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള വണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കുറേ പ്രാവശ്യം പറഞ്ഞെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി തരില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആ എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ടി തരുള്ളൂ, അല്ലെങ്കിൽ തരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളത് കിട്ടാത്ത കാരണം ഞങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ എമൗണ്ട് ഇതിൽ അവർ വിധിയായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടീൻ്റെ വില 2,12,899. സെക്കൻഡ് 1,00,000 രൂപ നഷ്ടപരിഹാരമായിട്ടും. മൂന്നാമത് യാത്രാ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് 10,000 രൂപയും. നാലാമത് പിന്നെ കോടതി ചെലവായിട്ട് നാലാമത് 10,000 രൂപയും അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ 9% പലിശയോട് കൂടി ഈടാക്കാനാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം 30 ദിവസത്തിനുള്ളിൽ അവർക്ക് എക്സ്പെർട്ട് പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ തിരൂർ കോരങ്ങത്ത് സ്വദേശി ദീപ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു. 2003 ഏപ്രിൽ 13 നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. വാഹനത്തിന്റെ തുകയായ 2,12,899 രൂപയും പരാതിക്കാരന് സംഭവിച്ച മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കായി 1,00,000 രൂപയും അധിക യാത്രാ ചെലവായി വന്ന 10,000 രൂപയും കോടതി ചെലവിലേക്കായി 10,000 രൂപയും 3 മാസത്തിനകം നൽകണമെന്നാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടത്. വെട്ട ന്യൂസ് തിരൂർ. കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൊണ്ടാടും. ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവം കൊണ്ടാടുക. വർഷം തോറും കൊണ്ടാടാറുള്ള കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് കാനൂർ തുളസിതീർത്ഥം വനിതാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും രാത്രി 8 മണിക്ക് മഴവിൽ മനോരമ കിടിലൻ ടീം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും അരങ്ങേറും. നമ്മുടെ ഈ കാനൂർ ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന 2024 22-ാം തീയതി നടത്തുന്ന മഹോത്സവത്തോടനുബന്ധിച്ച് 2024-21-ാം തീയതി തുളസി തീർത്ഥം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തണ്ണീർ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വരുന്ന 21-ാം തീയതി രാത്രി 7 മണിക്ക് തിരുവാതിരക്കളിയും അതേപോലെ തന്നെ കൈകൊട്ടിക്കളിയും ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജയും അനുബന്ധമായി നടക്കും. വർഷം തോറും നടത്തി വരുന്ന ഉത്സവം ഇവിടെ ഈ വർഷം അതിവിപുലമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ഈ മാസം 21, 22 2 ദിവസമായിട്ട് നടത്തി വരുന്നത്. അപ്പോൾ അത് വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കമ്മിറ്റി. 21, 22 തീയതികളിലാണ് ഉത്സവം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ 21-ാം തീയതി നാടൻപാട്ട് 8 മണിക്ക് നാടൻപാട്ടുണ്ട്. അത് വനിതാ തീർത്ഥം കുടുംബശ്രീ അവരെ സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ വെള്ളിയാഴ്ച കൊടിയേറ്റം കൊടിവാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളും. അപ്പോൾ നാട്ടിലെ എല്ലാവരും സഹകരണങ്ങളും വേണമെന്ന് അഭ്യർത്ഥിക്കും. വൈകിട്ട് 4 മണിക്ക് കണക്കശ്ശേരി തറവാട്ടിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കും. തുടർന്ന് ദീപാരാധനയും തുപ്രങ്ങോട് പരമേശ്വരൻ മാരാർ ആൻഡ് പാർട്ടിയുടെ തായമ്പകയും അരങ്ങേറും. രാത്രി 8:30 വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ന്യൂസ് ഡെസ്ക് വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.